നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ കളി എങ്ങനെയുണ്ടായിരുന്നു? ബ്രസീൽ രക്ഷപ്പെട്ടു പോയി. 2-1 അവസാന നിമിഷം ഗോൾ അടിച്ച് രക്ഷപ്പെട്ടു പോയി. അങ്ങനെയാണ് നമ്മളെ ഇവിടെ കുറേ ഫുട്ബോൾ എക്സ്പേർട്ടുകൾ കളി വിലയിരുത്തുന്നത്. സത്യത്തിൽ രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിച്ച കളിയുണ്ടല്ല, ഈ വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങുന്ന എല്ലാ ടീമുകളും ഭയക്കണം. അമ്മാതിരി കളിയായിരുന്നു. നമ്മൾ അതുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ടിൻ്റെ വിശകലനം ഒന്ന് പങ്കുവെക്കുകയാണ് നിങ്ങളുമായിട്ട്. ആൻഡ്രേ കഫോറി എഴുതുന്ന അദ്ദേഹത്തിൻ്റെ കോളത്തിൽ ESPN ബ്രസീലിൽ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കളി വിലയിരുത്തുന്നുണ്ട്. അതായത് എ സ്പിരിറ്റഡ് സെക്കൻഡ് ഹാഫ് ക്വാളിഫൈസ് ബ്രസീൽ. ആ രണ്ടാം പകുതിയുടെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണം. എന്താണെന്നറിയോ? അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇതാണ് ഈ സെക്കൻഡ് ഹാഫ്. അത് അവിടെ നമ്മൾ വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് when the Houston crowd witnessed the emergence of a team with soul, and that perhaps is the most important thing. ഈ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടത്. അത് ഹൃദയം കൊണ്ട് പോരാടുന്ന, അല്ലെങ്കിൽ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, അത്രയും സ്പിരിറ്റഡായിട്ട് പോരാടുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊരു കിടിലൻ വിലയിരുത്തലാണ്. വെറുതെ അങ്ങ് കുറേ ആളുകൾ TV ചാനലിലൊക്കെ ഇരുന്ന് ഓരോന്ന് പറയുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. ഒന്ന് ഈ കളി കണ്ടിട്ട് പറയും. ഈ കളിയുടെ രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിച്ചൊരു കളിയുണ്ട്. നോക്കാം നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ വിലയിരുത്തൽ. അദ്ദേഹം പറയുന്നു, ആഞ്ചലോട്ടി ആദ്യമായിട്ടാണ് ഒരേ 11 തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ ഇറക്കുന്നത്. പക്ഷേ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് തൻ്റെ സിസ്റ്റത്തിന് പറ്റിയ കളിക്കാരെയായിരുന്നു. തീർച്ചയായിട്ടും ഓരോ ഗെയിം കഴിയുമ്പോഴും വേൾഡ് കപ്പിൽ ബ്രസീൽ സ്ട്രോങ്ങറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൺസിസ്റ്റൻസി, 11 ഈ കൺസിസ്റ്റൻസി അത് ടീമിന് വലിയ രൂപത്തിൽ കോൺഫിഡൻസ് കൊടുക്കും. ഈ കളിക്ക് വേണ്ടി ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഗെയിം ഡൈനാമിക്സിൽ സർപ്രൈസിംഗ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കളിയുടെ ഇനീഷ്യൽ സ്ട്രെച്ചിൽ ബ്രസീൽ പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് അറ്റാക്കിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും. ജപ്പാൻ 5-4-1 ഫോർമേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്ത് അത് തന്നെ സംഭവിച്ചിരുന്നു. കാര്യങ്ങൾ എന്താണ്? ബ്രസീലിയൻ ടീമിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് കണ്ടെത്തുക. കാരണം 5 ഡിഫൻഡർമാരെ വെച്ചാണ് അവർ നിൽക്കുന്നത്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബോൾ ഉപയോഗിച്ച് ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എതിരാളികൾ കൗണ്ടർ അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്, ആ റിസ്കിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റഡ് ആവുക. ഈ 3 ടാസ്കുകളാണ് കളിയുടെ തുടക്കത്തിൽ ബ്രസീലിനുണ്ടായിരുന്നത്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കാര്യവുമാണ്. അണ്ടിൽ ഹൈഡ്രേഷൻ ബ്രേക്ക് ആഞ്ചലോട്ടിയുടെ ടീമിന് പ്രത്യേകിച്ചൊരു ഡാമേജ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ക്ലിയർ കട്ട് ചാൻസ് ഒന്നും ഗെയിമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡാനിലോയുടെ ഒരു മിസ്പ്ലേസ്ഡ് പാസ് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിൽ കാര്യങ്ങളാകെ മാറ്റിമറിച്ചു. ബ്രസീൽ ടീം ഒന്നടങ്കം മുന്നോട്ടേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കവെയാണ്, എതിർ ടീമിൻ്റെ ഹാഫിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കവെയാണ് ആ ഒരു മിസ്പ്ലേസ്ഡ് പാസ് വരുന്നതും ജപ്പാൻകാർ അതുകൊണ്ട് ഓടിക്കയറുന്നതും. കൈഷു സാനോ ആ ബോളും കൊണ്ട് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ സ്പേസ് ലഭിക്കുന്നു. അദ്ദേഹം അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. ആ ഗോളെന്ന് പറയുമ്പോൾ ഗോൾ കീപ്പർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു ഷോട്ടായിരുന്നു. അതുവരെ ആ കളി എങ്ങനെ പോയിരുന്നു, അതിൻ്റെ നേർ ഓപ്പോസിറ്റിലാണ് ആ ഗോൾ സംഭവിക്കുന്നത്. കളിയുടെ ഒഴുക്കിന് വിപരീതമായി സംഭവിച്ച ഗോളെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതും പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം ബ്രസീൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഇത്തരം ഗോളുകൾ വരാം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെ ബ്രസീൽ ഈ ഒരു പ്രഷറിനെ അബ്സോർബ് ചെയ്യും, മിസ്റ്റേക്കുകളെ എങ്ങനെ അബ്സോർബ് ചെയ്ത് തിരികെ വരും, അതുകൂടി കാണേണ്ടതുണ്ടായിരുന്നു. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും വേണ്ട വിധത്തിലുള്ള കൺട്രോൾ ഇല്ലാതെ പോയി. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ ബ്രസീൽ ആദ്യ പകുതിയിലൊക്കെ പുറകിൽ നിന്നിട്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ പുറകിൽ നിന്നിട്ട് തിരികെ വന്ന് ജയിച്ചൊരു കളി 2014 ക്രൊയേഷ്യക്കെതിരെ മാത്രമാണ്. അപ്പോൾ ഹൂസ്റ്റണിൽ ആ തിരിച്ചുവരവിന് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ചോദിച്ചത്. ഹാഫ് ടൈം സമയത്ത് എൻട്രിക്ക് ഗ്രൗണ്ടിൽ തന്നെ നിന്ന്
അദ്ദേഹം വാമപ്പ് ചെയ്യുകയായിരുന്നു. രണ്ടാം പകുതിയിൽ ഇറങ്ങും, അതോടുകൂടി ഉറപ്പായി. അപ്പോൾ ആഞ്ചലോട്ടിയുടെ മുമ്പിലുണ്ടായിരുന്ന 2 ചോയ്സുകളാണ്. ഒന്നുകിൽ സ്ട്രൈക്കറെ പിൻവലിച്ച് എൻട്രിക്കിനെ ഇറക്കുക, അല്ലെങ്കിൽ മറ്റൊരു പൊസിഷനിൽ നിന്ന് ഒരു താരത്തെ പിൻവലിച്ച് 2 സ്ട്രൈക്കർമാരെ വെച്ച് കളിക്കുക. ആഞ്ചലോട്ടി രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് പോയത്. പക്കേറ്റയെ പിൻവലിച്ചു. പക്കേറ്റയ്ക്ക് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കഥ മാറുന്നു, കളി മാറുന്നു. തുടക്കത്തിലെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് എൻ്റർ ഗെയിമിൽ ബ്രസീൽ അതുവരെ എന്ത് ഡേഞ്ചർ ഉണ്ടാക്കിയോ അതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറുകൾ ഉണ്ടാക്കുന്നു. ജപ്പാൻ്റെ ഏരിയയിൽ തന്നെ പൂർണ്ണമായിട്ടും പിന്നെ ചെയ്തു വെക്കുന്നു. പറഞ്ഞാൽ ജാപ്പാനീസ് താരങ്ങൾക്ക് ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് വരാൻ പോലുമുള്ള അവസരം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. 10 പേരെയും കൊണ്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു. നിരന്തരം ബോളുമായിട്ട് ബ്രസീൽ കയറുന്നു. കാസമിറോയുടെ ഹെഡർ സുസൂക്കി തടയുന്നു. ജാപ്പാനീസ് ഡിഫൻസ് അവർക്ക് തന്നെ അറിയാത്ത വിധം, അതാണ് വിത്തൗട്ട് നോയിങ് ഹൗ, എങ്ങനെയെന്നറിയാത്ത വിധം അവർ ബോളുകൾ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. തുരുതുരെ ക്രോസുകൾ, ഇടതു നിന്നും വലതു നിന്നും തുരുതുരെ ക്രോസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഗോൾ കീപ്പറെ പോലും മറികടന്നെന്ന് തോന്നിയ ബോൾ പോലും ക്ലിയർ ചെയ്തു പോകുന്നു. പക്ഷെ ആ പ്രഷർ ഉണ്ടല്ലോ, അത് ട്രമൻഡസ് ആയിരുന്നു. ഏത് ടീമിനെയും വറച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാൻ പാകത്തിനുള്ള ഒരു ചൂടാണ്, ഒരു ഹീറ്റിംഗ് അപ്പാണ് അവിടെ ബ്രസീൽ നടത്തിയത്. ആ ഘട്ടത്തിലാണ് ഗബ്രിയൽ മെഗല്ലസിൻ്റെ ഒരു കിടിലൻ ക്രോസ് വരുന്നതും കാസമിറോ വൺസ് അഗെയിൻ ഹെഡ് ചെയ്യുന്നതും കൃത്യമായിട്ട് ബോൾ വലയിലേക്ക് എത്തിക്കുന്നതും. ദാറ്റ് വാസ് എ വെൽ ഡിസേർവ്ഡ് ഗോൾ എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിലയിരുത്തുന്നത്. ഒരു സംശയവും വേണ്ട. ആ ഘട്ടത്തിലെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഏത് ടീമിന് അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും? നിങ്ങൾ 10 പേരെ വെച്ചാലും അതിനിടയിലും അത് ഗോളാകുമെന്ന തരത്തിലാണ് അപ്പോഴുള്ള ബ്രസീലിൻ്റെ ആക്രമണങ്ങൾ വന്നുകൊണ്ടേയിരുന്നത്. ഒരു ഡ്രോ മതിയാകുമായിരുന്നില്ല. കാരണം ബ്രസീൽ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിന് ഒരു ഡ്രോ അല്ല വേണ്ടിയിരുന്നത്. വിനി ജൂനിയർ അതിമനോഹരമായിട്ടുള്ളൊരു നീക്കം നടത്തി. വാവ്, അത് ഗോളാകേണ്ടതായിരുന്നു. അതായിരുന്നെങ്കിൽ വേൾഡ് കപ്പിൽ തന്നെ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാകുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സുസൂക്കിയുടെ കയ്യിൽ കൊണ്ട് അത് പോസ്റ്റിലടിച്ചു പോകുന്നു. അതേസമയം ബ്രസീലിൻ്റെ ആക്രമണങ്ങൾ സുസൂക്കിയുടെ ഏരിയയിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ജപ്പാൻ കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയത് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് പലരും വിലയിരുത്തുന്നത് നിങ്ങൾ കേട്ടില്ല. എന്നാൽ ഇദ്ദേഹം വിലയിരുത്തുന്നത് ഒന്ന് കേൾക്കണം. ജപ്പാൻ സോട്ട് ദി കൗണ്ടർ അറ്റാക്ക് നോട്ട് ആസ് എ സ്ട്രാറ്റജി ബട്ട് ആസ് ദെയർ ഓൺലി ഓൾട്ടർനേറ്റീവ്. അതാണ് ജപ്പാന് കൗണ്ടർ അറ്റാക്ക് ചെയ്യില്ലാതെ വേറെ മാർഗ്ഗമില്ല, വേറെ സ്ട്രാറ്റജി ഒന്നും ഇല്ല. ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ഡിഫെൻസിൽ അങ്ങനെ അവർ അവിടെ തളച്ചിട്ടതാണ്, സ്ട്രാറ്റജി അല്ല. അവർക്ക് ആക്രമിച്ചുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. കൗണ്ടർ അറ്റാക്ക് മാത്രമാണ് അവർക്കുള്ള ഏക പോംവഴി. അതാ സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ഇതാണ് കളി വിലയിരുത്തൽ, അതാണ് സംഭവിച്ചത്. സോ മറ്റൊരു ഓൾട്ടർനേറ്റീവും ഇല്ലാതെ ജപ്പാന് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൗണ്ടർ അറ്റാക്ക്. ടൈം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ബ്രസീലിയൻ ടീമിൻ്റെ ഇൻറ്റൻസിറ്റി, അത് തുടരെ ആക്രമണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഫാറ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നു. റിസ്ക് കൂടുതൽ എടുക്കേണ്ടി വരുന്നു. 1-1 ഡ്രോയെക്കുറിച്ച് അവർക്ക് ശരിക്കും മംഗലാപ്പുണ്ടായിരുന്നു, അത് സമ്മതിക്കാൻ പറ്റില്ല. ഗബ്രിയൽ മാർട്ടിനെല്ലി കളിക്കളത്തിലേക്ക് വരുന്നു. ബ്രസീലിൻ്റെ അറ്റാക്കിംഗ് പ്രസൻസ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനാണ് കോച്ച് ഉദ്ദേശിച്ചത്. ആ ഐഡിയയും സമയം കടന്നു പോകും തോറും ഫലവത്താവില്ലേ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അൻഡിലെ മൊമെൻ്റ് ഓഫ് എക്സെപ്ഷണൽ ക്ലാരിറ്റി ഫ്രം ബ്രൂണോ ഗുയിമാറസ്. വാവ്, അതിനെക്കുറിച്ച് ബ്രൂണോ ഗുയിമാറസും നമ്മുടെ ഗബ്രിയൽ മാർട്ടിനെല്ലിയും വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ആ ഒരു മൊമെൻ്റ് വന്നതിനെക്കുറിച്ച്, ആ ചനാക്കിയിൽ നിന്ന് ബോൾ തട്ടിയെടുത്തിട്ട് പിന്നെ ബ്രൂണോ ഗുയിമാറസിലൂടെ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലേക്ക് പന്തെത്തിയ ആ വഴിയുണ്ടല്ലോ, ദാറ്റ് വാസ് എൻ എക്സെപ്ഷണൽ ക്ലാരിറ്റി ഫ്രം ബ്രൂണോ ഗുയിമാറസ്. ആൻഡിലെ മൊമെൻ്റ് ഓഫ് എക്സെപ്ഷണൽ ക്ലാരിറ്റി ഫ്രം ബ്രൂണോ ഗുയിമാറസ്. ഏറ്റവും ഒടുവിൽ ആ ടെൻസ് ഗെയിമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ആ കളി എങ്ങനെയാണ് ബ്രസീൽ കളിച്ചത്, ദേശീയ ടീമിൻ്റെ പെർഫോമൻസിന് ഉതകുന്ന തരത്തിലുള്ള നീതിപൂർവകമായ റിസൾട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രസീൽ അർഹിച്ച വിജയമാണെന്നാണ് പറയുന്നത്. ആ നീതിപൂർവകമായ റിസൾട്ടിലേക്ക് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഗോൾ പിറക്കുന്നു. എസ്പെഷ്യലി ഇൻ ദി സെക്കൻഡ് ഹാഫ് when the Houston crowd witnessed the emergence of a team with soul and that perhaps the most important thing എന്നുകൂടി കുറിച്ചിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ആൻഡ്രേ കഫോഡിയുടെ ഈ വിശകലനത്തിലുണ്ടെല്ലാം രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിച്ച തീക്കളി അതൊരു വല്ലാത്ത കളിയാണ്. എതിരാളികളുടെ ഇടനെഞ്ചിൽ തീ കോരിയിടുന്ന കളിയാണ്. ഡോൺ കാർലോ എന്ന വല്ലാത്തൊരു കോച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ പോരാട്ടങ്ങളേറെ കണ്ട, സമ്മർദ്ദങ്ങളേറെ അതിജീവിച്ചൊരു മനുഷ്യൻ്റെ
മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കളിയാണത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഈ ബ്രസീലിനെ ഭയന്നേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.